ഹലോ. അപ്പോൾ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങണം, പക്ഷേ ക്യാമറയുടെ മുന്നിൽ വരാൻ ഒരു മടി അല്ലേ? പേടിക്കണ്ട, നിങ്ങൾ മാത്രമല്ല അങ്ങനെയുള്ളത്. അപ്പോൾ മുഖം കാണിക്കാതെ തന്നെ യൂട്യൂബിൽ ഒരു കൈനോക്കാൻ പറ്റിയ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ആയിട്ടുള്ള 10 കിടിലൻ ഐഡിയകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം അല്ലേ? ശരിക്കും മുഖം കാണിക്കാതെ യൂട്യൂബിൽ ക്ലച്ച് പിടിക്കാൻ പറ്റുമോ? ഉത്തരം സിമ്പിളാണ്, തീർച്ചയായും പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ നാണമായിരിക്കാം, അല്ലെങ്കിൽ പ്രൈവസി പ്രശ്നമായിരിക്കാം. കാരണം എന്തുതന്നെയായാലും മുഖം ഒരു വിഷയമല്ലാത്ത എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ഓക്കെ, അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കൗണ്ട് ഡൗണിലേക്ക് കടക്കാം. നമ്മൾ 10ാം സ്ഥാനത്ത് നിന്ന് തുടങ്ങി ഏറ്റവും മികച്ചതിലേക്ക് പോകും. അപ്പോൾ ആദ്യത്തെ 5 ഐഡിയകൾ, അതായത് 10 മുതൽ 6 വരെയുള്ളവ ഏതൊക്കെയാണെന്ന് നോക്കാം. 10ാം സ്ഥാനത്ത് വരുന്നത് ഒരു എവർഗ്രീൻ ഐറ്റമാണ്. നമ്മുടെ എല്ലാം ഓമനകളായ വളർത്തുമൃഗങ്ങളുടെ വീഡിയോകൾ. അത് നിങ്ങളുടെ പൂച്ചക്കുട്ടിയാവാം, നാടൻ പട്ടിക്കുട്ടിയാവാം, എന്തുമായിക്കോട്ടെ. അവയുടെ കുസൃതികളും കളികളും കാണാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഒന്നോർത്തു നോക്കൂ, ആദ്യമായി പന്ത് പിടിക്കുന്ന ഒരു പട്ടിക്കുട്ടി, അല്ലെങ്കിൽ ലേസർ ലൈറ്റിന് പിന്നാലെ ഓടുന്നൊരു പൂച്ച. ഇത്തരം കാഴ്ചകൾക്ക് ആളുകളെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സ്റ്റാർ നിങ്ങളല്ല, നിങ്ങളുടെ പെറ്റാണ്. ആളുകൾക്ക് കാണേണ്ടത് അതിന്റെ കളികളാണ്. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ മതിയാകും കിടിലൻ വീഡിയോ എടുക്കാൻ. അവയുടെ രസകരമായ നിമിഷങ്ങൾ പകർത്തുക, നല്ലൊരു മ്യൂസിക് ഇടുക, സംഭവം റെഡി. 9ാം സ്ഥാനത്ത് വരുന്നത് കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു ഐറ്റമാണ് ആനിമേറ്റഡ് വീഡിയോകൾ. ചരിത്രം പറയുന്ന ചാനലുകൾ, അല്ലെങ്കിൽ സയൻസിലെ വലിയ കണ്ടുപിടുത്തങ്ങൾ സിമ്പിളായി വിശദീകരിക്കുന്ന ചാനലുകൾ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഥകൾ പറയാൻ ഇതിലും മികച്ചൊരു വഴി വേറെയില്ല. ആനിമേഷന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഭാവനയാണ് അവിടുത്തെ ലോകം. അതിനൊരു ലിമിറ്റുമില്ല. നിങ്ങൾക്ക് സ്വന്തമായി കഥാപാത്രങ്ങളെ ഉണ്ടാക്കാം, ലോകങ്ങളെ സൃഷ്ടിക്കാം. അങ്ങനെ നിങ്ങളുടെ ചാനലിന് ആരും ഇതുവരെ കാണാത്ത ഒരു പുതിയ മുഖം നൽകാം, അതും നിങ്ങളുടെ മുഖം കാണിക്കാതെ തന്നെ. ഇനി 8ാമത്തെ ഐഡിയ, ഇത് കുറച്ച് ശാന്തമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ പ്രകൃതി തന്നെ, പ്രകൃതിയുടെ സൗന്ദര്യം ഒപ്പിയെടുക്കുന്ന ഒരു ചാനൽ. മനസ്സിന് ഒരു റിലാക്സേഷൻ തരുന്ന ഇത്തരം വീഡിയോകൾക്ക് യൂട്യൂബിൽ ഒരുപാട് ആരാധകരുണ്ട്. ഇവിടെ ഹീറോ എന്ന് പറയുന്നത് പ്രകൃതിയാണ്, നിങ്ങളല്ല. മനോഹരമായ ഒരു സൂര്യാസ്തമയം, അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടം, ഇതിനൊക്കെ എപ്പോഴും കാഴ്ചക്കാരുണ്ടാകും. ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ കാണിക്കാം. നിങ്ങളുടെ ശബ്ദം പോലും വേണ്ട, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം മതി. 7ാം സ്ഥാനത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഹൗ ടു വീഡിയോകൾ. ഹൗ ടു എന്ന് പറയുന്നത് യൂട്യൂബിലെ ഏറ്റവും വലിയ സെർച്ചുകളിൽ ഒന്നാണ്. അതുകൊണ്ട് ഈ ഏരിയയിൽ എപ്പോഴും ആളുണ്ടാകും. ഇപ്പോ ഫോട്ടോഷോപ്പിൽ ഒരു കാര്യം എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കിടിലൻ ചിക്കൻ കറി എങ്ങനെ വെക്കാം, ഇതൊക്കെ കാണിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളുടെ മുഖം കാണേണ്ട കാര്യമേ ഇല്ല. ആ ചെയ്യുന്ന കാര്യം വ്യക്തമായി കണ്ടാൽ മതി. അപ്പോൾ ക്യാമറ നിങ്ങളുടെ കയ്യിലോ കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. 6ാം സ്ഥാനത്ത് വരുന്നത് യൂട്യൂബിൽ ഇപ്പോൾ കത്തിക്കയറുന്ന ഒരു സംഭവമാണ് ASMR ചാനലുകൾ. അതായത് ചില പ്രത്യേക ശബ്ദങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഫീൽ കൊടുക്കുന്ന വീഡിയോകൾ. ASMRന്റെ മെയിൻ സംഭവം തന്നെ സൗണ്ടാണ്. പതിയെ സംസാരിക്കുന്ന ശബ്ദം, പേപ്പർ മറിക്കുന്ന ഒച്ച, ഇതിലാണ് ആളുകൾക്ക് ശ്രദ്ധ. നിങ്ങളുടെ മുഖമല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ടല്ലോ, അതാണ് ആളുകൾക്ക് കേൾക്കേണ്ടത്. അതുകൊണ്ട് ഇതിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം നല്ലൊരു മൈക്രോഫോണാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ലിസ്റ്റിന്റെ പകുതി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ടോപ്പ് 5 ആണ്. ഏറ്റവും ഡിമാൻഡുള്ള, ഏറ്റവും വലിയ സാധ്യതകളുള്ള ഐഡിയകൾ. റെഡിയല്ലേ? നമുക്ക് നോക്കാം. 5ാം സ്ഥാനത്ത് വരുന്നത് എപ്പോഴും ഡിമാൻഡുള്ള ഒന്നാണ് എഡ്യൂക്കേഷണൽ വീഡിയോകൾ. ചരിത്രം, സയൻസ്, ടെക്നോളജി, ഫിനാൻസ്, ഏത് വിഷയത്തെക്കുറിച്ചും ആഴത്തിലുള്ള അറിവ് നൽകുന്ന ചാനലുകൾക്ക് എപ്പോഴും നല്ല കാഴ്ചക്കാരുണ്ടാകും. ഇവിടെ കണ്ടന്റ് ആണ് കിങ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം കൃത്യമാണ്, എത്രത്തോളം എളുപ്പത്തിൽ മനസ്സിലാകുന്നു എന്നതിലാണ് കാര്യം. നല്ലൊരു സ്ക്രിപ്റ്റും അതിന് ചേരുന്ന ദൃശ്യങ്ങളും പിന്നെ നിങ്ങളുടെ നല്ലൊരു ശബ്ദവും ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ തിളങ്ങാം. 4ാം സ്ഥാനത്തുള്ളത് പൈസ ഉണ്ടാകാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി കൂടിയാണ് പ്രോഡക്റ്റ് റിവ്യൂസും അൺബോക്സിംഗും. ഇതിലൂടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴിയും സ്പോൺസർഷിപ്പ് വഴിയൊക്കെ നല്ല വരുമാനം ഉണ്ടാകാം. ആലോചിച്ചു നോക്കൂ, ഒരു പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ യൂട്യൂബിൽ നോക്കുക? അതിന്റെ അൺബോക്സിംഗ് അല്ലേ? ആ ഫോൺ കാണാനാണ് നമുക്ക് താല്പര്യം, അല്ലാതെ ആ വീഡിയോ ചെയ്യുന്നയാളെ കാണാനല്ല. നിങ്ങളുടെ കൈകൾ മാത്രം മതിയാകും വീഡിയോയിൽ. പ്രൊഡക്റ്റിനെ കുറിച്ച് സത്യസന്ധമായി സംസാരിച്ചാൽ ആളുകളുടെ വിശ്വാസവും നേടാം. 3ാം സ്ഥാനത്ത് നമ്മുടെ ബ്രോൺസ് മെഡൽ പോകുന്നത് ഫാക്ട്സ് ചാനലുകൾക്കാണ്. പെട്ടെന്ന് കേട്ട് ഹേ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാൻ തോന്നുന്ന ടൈപ്പ് കണ്ടന്റ്, ചെറിയ ചെറിയ അറിവുകൾ നൽകുന്ന ചാനലുകൾ. നിങ്ങൾക്കിതറിയാമോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വീഡിയോകൾ നിങ്ങൾ ഉറപ്പായും കണ്ടിട്ടുണ്ടാകും. അതാണ് ഈ വിഭാഗം. സിമ്പിളായി ടെക്സ്റ്റും ഗ്രാഫിക്സും വെച്ച് പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കാം.
ഇവ യൂട്യൂബ് ഷോർട്സിനും ഇൻസ്റ്റഗ്രാം റീൽസിനുമൊക്കെ പറ്റിയ ഐറ്റമാണ്. രണ്ടാം സ്ഥാനത്ത്, അതായത് നമ്മുടെ സിൽവർ മെഡൽ, അത് പോകുന്നത് എപ്പോഴും ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഒരു വിഭാഗത്തിനാണ്. ന്യൂസ്, പിന്നെ ട്രെൻഡിംഗ് ടോപ്പിക്സ്. ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയാൻ എല്ലാവർക്കും എപ്പോഴും ആകാംക്ഷയുണ്ടാവല്ലോ. ഇവിടെ ആളുകൾക്ക് അറിയേണ്ടത് എന്താണ് സംഭവിച്ചത് എന്നാണ്, അല്ലാതെ ആരാണ് പറയുന്നതെന്നല്ല. അതുകൊണ്ട് സ്റ്റോറിയാണ് ഹീറോ. ആ വാർത്തയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും കാണിക്കുക, അതിന് പിന്നിൽ നിങ്ങളുടെ ശബ്ദത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുക. അത്രേ വേണ്ടൂ. കണ്ടന്റിനൊരു ക്ഷാമവും ഉണ്ടാവില്ല. അപ്പോ ഇനി ഒന്നാം സ്ഥാനം, മുഖം കാണിക്കാതെ യൂട്യൂബിൽ തരംഗമാകാൻ പറ്റിയ ഏറ്റവും മികച്ച ഐഡിയ ഏതായിരിക്കും അത്? എനിക്ക് ശരി, ഞാൻ തന്നെ പറയാം. അതെ, ഒന്നാം സ്ഥാനത്ത് കുട്ടികൾക്കുള്ള കഥകൾ പറയുന്ന ചാനലുകളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ എപ്പോഴും തിരയുന്നത് ഇങ്ങനത്തെ ചാനലുകളാണ്. ഇതൊരു എവർഗ്രീൻ മാർക്കറ്റാണ്. ആനിമേഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നല്ല ചിത്രങ്ങൾ കാണിച്ചോ നിങ്ങൾക്ക് കഥകൾ പറയാം. ഇതിന് ലോകം മുഴുവൻ പ്രേക്ഷകരുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഏറ്റവും സാധ്യതയുള്ള 3 മേഖലകൾ: ഫാക്സ്, ന്യൂസ്, പിന്നെ കിഡ്സ് സ്റ്റോറീസ്. ഇപ്പൊ നിങ്ങളുടെ അവസരമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വരാനുള്ള മടിയാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ മുഖമല്ല പ്രധാനം, നിങ്ങളുടെ ഐഡിയ ആണ്, നിങ്ങളുടെ ശബ്ദമാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഇതിൽ ഏത് ഐഡിയ വെച്ചാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്? ഇന്ന് തന്നെ ആലോചിച്ചു തുടങ്ങിക്കോളൂ.